താങ്ക് യു ഫ്രാങ്കോ. My pleasure. See you. I hope you will not forget to remember me. Hi. Hi. I'll drop you. Would you like some music? It sounds different. I know you will like it. ഇത് സെൽറ്റിക്കാണ്. ഇതിൽ ചില മന്ത്രങ്ങളുണ്ട്. മന്ത്രങ്ങളോ? അതെ, എനിക്ക് സുഖം തരൂ, എന്നെ സുന്ദരിയാക്കൂ എന്നൊക്കെ അർത്ഥമുള്ള ചില മന്ത്രങ്ങൾ. യു ആർ സച്ച് എ ബ്യൂട്ടിഫുൾ ആർട്ടിസ്റ്റ്, യു നോ. പക്ഷേ എന്റെ ലൈഫ് ഒരുപാട് ടെൻഷൻ ഉണ്ടല്ലേ? ഉണ്ടോന്നോ? ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടോ? വല്ലപ്പോഴും. ബട്ട് നോ യൂസ് അല്ലേ? എൻ്റെ കൂടെ ഒരിടം വരെ വരാമോ? ഇന്നല്ല, നാളെ ഒരു പ്രത്യേകതരം പ്രാർത്ഥനയ്ക്ക്. പ്രത്യേകതരം പ്രാർത്ഥനയോ? യെപ്പ്. തൻ്റെ ടെൻഷനൊക്കെ മാറും. യു വിൽ എൻജോയ് ഇറ്റ്. എല്ലാ ടെൻഷനുകളും ഇല്ലാതാവും. എല്ലാ ദുഃഖങ്ങളും മാറും. Will you come with me? Will you? Satan, praise Satan. That's it, dog. Let your soul rotten. Our Father, who art in hell, they will be done in heaven. Hop from your thought hands. That's it, dog. I have sinned. Take me. Take my body. Take my soul. ഇവൻ നിങ്ങൾക്ക് രക്തം തരും. മനുഷ്യ ശിശുവിന്റെ ജീവനൂറ്റിയ ലൂസിഫറിന് ഏറ്റവും പ്രിയപ്പെട്ട രക്തം. Drink it. Give it to her. Drink it. Drink it. Drink it. Come on. Let us eat dog. ഈശ്വരനാമത്തോടൊപ്പം നമുക്ക് എപ്പോഴും കൂട്ടുണ്ടാവേണ്ടത് ആത്മവിശ്വാസമാണ്, അല്ലേ? നമുക്ക് നമ്മളിൽ വിശ്വാസമുണ്ടെങ്കിൽ നിഷ്പ്രയാസം ഏത് ലക്ഷ്യവും നേടാം. അവനവനിൽ വിശ്വാസമില്ലാത്തവൻ വഴിതെറ്റും. അതുകൊണ്ട് ഓരോ ചുവട് വയ്ക്കുമ്പോഴും ആത്മവിശ്വാസമുണ്ടാകാൻ, അത് വർദ്ധിച്ചു വരുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, നന്നായി വരട്ടെ. ശരി. നോക്കിയെന്ന് വേഗം കയറ്റ്. വേഗം ഇത് എടുത്തോ അങ്ങോട്ട്. സാരമില്ലെന്നേ. ബൈ ഡാഡി. ബൈ ബൈ. ആ ജനക്കൂട്ടം മുഴുവനും യാത്രയ്ക്ക് വന്നതാണോ? ജനക്കൂട്ടമോ? അതെന്റെ ഫാമിലിയാ. മൈ ഡാഡ്, മോം, അങ്കിൾസ്, ആന്റ്സ്, കസിൻസ് ആൻഡ് ഓൾ. ഡേറ്റ്സ്
വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഓരോ ചപ്പ് ചവറ് നിന്ന ശീലം എനിക്കില്ല. ഇങ്ങോട്ടിരിക്കാമോ? ബുദ്ധിമുട്ടാണ്. എനിക്ക് കുറച്ച് ട്രാവലിംഗ് സിക്നസ് ഉണ്ട്. യാത്രയിൽ ഇടയ്ക്കിടെ ഛർദി വരും. എനിക്കും അതേ അസുഖമുണ്ട്. തനിക്ക് ഇങ്ങോട്ടിരുന്നാൽ എന്താ? തനിക്ക് അവിടെ തന്നെ ഇരുന്നാലെന്താ? എനിക്ക് മനസ്സില്ല. എനിക്കും. ഇഡിയറ്റ്. എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഈ സീറ്റ് ഞാൻ തരില്ല. അപ്പോഴേ ഡാഡിയും മല്ലേട്ടനും ചോദിച്ചതാ, എന്തിനാ മോളെ നമുക്ക് 4 ആക്സന്റും 4 ക്വാലിസും 2 സ്കോർപിയോയും 3 മാരുതിയും പിന്നെ 3 ബെൻസും ഉള്ളപ്പോ ഈ തല്ലിപ്പൊളി ബസ്സിൽ പോണോന്ന്. കേട്ടോ ഞാൻ. ഇങ്ങനത്തെ കൺട്രികളുടെ കൂടെ യാത്ര ചെയ്യേണ്ടി വരും അറിഞ്ഞിരുന്നെങ്കിൽ. മൂത്തവരുടെ വാക്കും മൂത്ത് നെല്ലിക്കും. ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും. 4 4 2 3 3 16 കാറ് വീട്ടിലുള്ളപ്പോ ഏതെങ്കിലും വീട്ടി ഈ ചക്കട ബസ് കയറി വരുമോ? അതും എന്നെ പോലൊരു കൺട്രിക്കൊപ്പം. വണ്ടി കൊഞ്ചം തരുന്ന നിൽക്കും. ഈ സാമ്പത്തിക നേരെ വരൂ, ശീഘ്രം. എക്സ്ക്യൂസ് മീ, എനിക്കൊന്ന് പുറത്തിറങ്ങണം. എല്ലാരും ഏറിയച്ചാ? എല്ലാരും ഏറിയച്ച്. പോലാം പോലാം. അയ്യോ, വണ്ടി പോലെ ആള് കയറാനുണ്ട്. വണ്ടി പോലെ. എല്ലാ പുതിയ വിദ്യാർത്ഥികളും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അലോഷ്യസിലെ അലപലാതിയുള്ള വലയിൽ നിങ്ങൾ ആരും അകപ്പെടരുത്. നമ്മുടെ കോളേജിന്റെ ശത്രുക്കളാണ് അവർ. അവരിൽ നിന്ന് ഒരു തോൽവിയും നമുക്കുണ്ടാകരുത്. അഥവാ അവരിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു തോൽവി ഉണ്ടായാൽ ഇരട്ടിക്കിരട്ടിക്ക് പൂർവാധികം ശക്തിയോടെ നമ്മൾ തിരിച്ചടിക്കണം. എന്റെ കുട്ടികളെ, ആഗ്നസ് കോളേജിലെ പെൺകുട്ടികൾ യക്ഷികളാണ്. അവർ നിങ്ങളുടെ ചോരയൂറ്റി കുടിക്കും. അതുകൊണ്ട് കരുതിയിരിക്കുക. നമ്മൾ ഇപ്പോൾ വെച്ചിട്ടുള്ള പാരയ്ക്ക് അവര് തിരിച്ചടിക്കാതിരിക്കില്ല. കുട്ടികളെ, അവർ നിങ്ങൾക്കായി അനേകം ചതിക്കുഴികൾ ഒരുക്കും. നിങ്ങൾ വീഴരുത്, കെണിവെക്കും, പെടരുത്, അടുത്തു വരും, തൊടരുത്, നോക്കും, ചിരിക്കരുത്.